ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമുക്കിത് നല്ല ആരെടുത്ത കലത്തപ്പം ഉണ്ടാക്കിയാലോ? അടിപൊളിയായിട്ട് നമുക്ക് ആരെടുത്ത കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്കൊന്ന് നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമല്ലേ കലത്തപ്പം. അവിടെ നമുക്ക് ഇഷ്ടട്ടോ കലത്തപ്പം. എപ്പോഴെല്ലാം ഉണ്ടാക്കി എപ്പോഴും ഉണ്ടാക്കില്ല. ഇതിനു മുമ്പ് ഞാനൊരു കലത്തപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് മുമ്പായിട്ടൊരു കലത്തപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഇന്നും ഞാനൊരു കലത്തപ്പത്തിൻ്റെ വീഡിയോ ഇടണം. അതിലേറെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാനുള്ള കലത്തപ്പത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കലത്തപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ ചായക്കടിക്കൊക്കെ ഒരു കലത്തപ്പം ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമല്ല എല്ലാവർക്കും. അപ്പം ഞാനൊരു കപ്പ് പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. കൈകിയിട്ട് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. കൈകിയിട്ട് വെള്ളത്തിലിട്ട് നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ പോകും. അങ്ങനെ ആ വെള്ളത്തിലിട്ട് പച്ചരി നമ്മൾ മൂടി വെക്കുന്നുണ്ട്. മൂടി വെക്കുക 4 അവർ കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ അതിലിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ കുതിർത്ത് വെച്ച അരി നമ്മളതിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട്. കലത്തപ്പം നമ്മൾ എപ്പോൾ ഉണ്ടാക്കിയാലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റല്ലേ, നല്ല ഇഷ്ടമാണ്. അരി മിക്സിയിലെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഫ്ലേവറിനാട്ടോ. അതിന് പാകത്തിന് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പും കൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് മിക്സിയിലിട്ട് അരച്ച് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരണം. ഏലക്കയും ജീരകമൊക്കെ നമ്മളതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അരച്ച് ബാറ്റർ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്കുള്ള തേങ്ങാക്കൊത്ത് തയ്യാറാക്കണം നമ്മൾ. അപ്പോൾ അവനൊരു തേങ്ങൻ്റെ മുറി എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് പൂളൊക്കെ എടുത്തിട്ട് നൈസായിട്ട് സ്ലൈസാക്കി അരിയുന്നുണ്ട്. തേങ്ങ ഏതിലേക്കും നല്ലൊരു ഫ്ലേവർ കേട്ടോ. നമ്മൾ ഏത് സാധനത്തിലോട്ട് തേങ്ങ ഇട്ടാലും അതൊരു ഭയങ്കര ടേസ്റ്റാണ്. എന്തിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ നമ്മൾ തേങ്ങ തന്നെ ഇടുക. അപ്പോൾ നമ്മൾ സ്ലൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 5-8 ചീരുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എന്നൊക്കെ പറയും, ചീരുള്ളി. അങ്ങനെ ചെറിയ ഉള്ളി എടുത്തിട്ട് ഞാനിത് സ്ലൈസാക്കിയിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അത് രണ്ടും കൂടി നമുക്ക് അവിടെ മാറ്റി വെക്കുക. നമുക്ക് അപ്പത്തിലോട്ട് അതിൻ്റെ ടേസ്റ്റിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്കൊരു 3 വലിയ പീസ് 3 അച്ച് ശർക്കര അറിയാം, അങ്ങനെ 3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 4 അച്ചൊക്കെ ഇട്ടോ. 3 അച്ചിട്ട് നല്ലൊരു പാകം ഫ്ലേവർ ആയിരിക്കും, പാകം മധുരമായിരിക്കും. കൂടുതൽ മധുരം വേണം, നല്ല മധുരം വേണ്ടി വരും ചിലർക്ക്. അപ്പോൾ ആ മധുരത്തിന് വേണ്ടിയിട്ട് 4 എണ്ണമൊക്കെ ഇടട്ടോ. നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. നമുക്ക് ഈ ചായക്കടിക്ക് എപ്പോഴും അപ്പം ഒരു ടേസ്റ്റാണല്ലേ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർക്കായാലും അപ്പത്തിനോട് ഇഷ്ടമില്ലായിരിക്കും, അങ്ങനെയാണ് നമ്മൾ ഇതിനുള്ളത്. അങ്ങനെ നമ്മുടെ ശർക്കര ഇവിടെ പാനിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഇട്ട്, വെള്ളം കൂടരുത്, 1/2 കപ്പ് വെള്ളം നമ്മൾ മിക്സിയിൽ അരച്ച വെള്ളമുണ്ട്. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് പാകമായിരിക്കും 1/2 കപ്പ് വെള്ളം വെച്ചാൽ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നല്ല തിളച്ച ശർക്കരപ്പാനി തന്നെ ഒഴിച്ചു കൊടുക്കണേ. ആ തിളച്ച ശർക്കരപ്പാനി പാരുമ്പോഴാണ് അതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി സെറ്റായി വരട്ടെ. പാർന്നതും കൂടെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചതും കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലെ ഞാൻ അവിടെ താഴെ പോയി കുത്തി നല്ല ഒരു ഭാഗം മാത്രം നല്ല വേവാം. ഒരു ബോണാവണമെങ്കിൽ ചൂടോടെയാണ് നമ്മൾ ഒഴിക്കണത്. അപ്പം ഒരു ബോണാവണമെങ്കിൽ നല്ലോണം നമ്മൾ ഇളക്കിയും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ശർക്കരപ്പാനിയൊക്കെ നമ്മളിവിടെ ഒഴിച്ച് കഴിഞ്ഞ് നല്ലോണം സെറ്റാക്കി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ബേക്കിംഗ് സോഡ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നല്ലവണ്ണം ബേക്കിംഗ് സോഡ മിക്സ് ആക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കയ്യിലൊഴിച്ചിട്ട് ഇളക്കിയിട്ട് അതിൽ മിക്സ് ആക്കിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാലും മതി. നല്ലൊരു ലൂസ് ബാറ്റർ ആട്ടോ ഇത്. ഇനി നമ്മളൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യും, പാൻ ചൂടായതിന് ശേഷം നെയ്യും അതേപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യും വെളിച്ചെണ്ണയും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നെയ്യിൻ്റെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ അപ്പത്തേക്ക്. അങ്ങനെ അതേ എൻ്റെ പാന് പോപ്കോണൊക്കെ പൊരിച്ച് നല്ലോണം ബ്ലാക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് പോപ്കോണൊക്കെ അതിൻ്റെ എണ്ണയും ഓയിലും ഉപ്പും എല്ലാം കൂടി ചെല്ലുമ്പോൾ അത് പാൻ ആകെപ്പാടെ ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. അത് നന്നാക്കും, വീണ്ടും ഒരു പോപ്കോൺ പൊരിക്കും, അങ്ങനെ കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാൻ തന്നെയാണ് നമുക്ക് അപ്പം ചൂടാൻ നല്ല പറ്റിയ പാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചുട്ട് നല്ലോണം ചൂടായ തേങ്ങ
തേങ്ങാക്കൊത്തിട്ടിട്ട് മൂപ്പിച്ചിട്ട് കുറച്ചിങ്ങനെ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റൊക്കെ ചെയ്യണവരെ തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ തന്നെ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല രണ്ടും കൂടി നല്ല ഗോൾഡൻ കളറാണ് വരെ നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് അത് നമ്മളൊന്ന് കോരി മാറ്റി വെക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് കുറച്ച് ആ പാനിൽ തന്നെ വെക്കണേ. ഫസ്റ്റ് ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആ പാനിൽ ഉള്ളിയും തേങ്ങയും കൂടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വെച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളും കൂടി ഇട്ട് കൊടുക്കണേ. അങ്ങനെ നമ്മളെ പാൻ നല്ലവണ്ണം ഒന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് 13-12 ഏറിപ്പോയ 15 മിനിറ്റ് വരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളത് തുറന്നിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിന്മേൽ മാവ് ഒട്ടി പിടിക്കണില്ലെങ്കിൽ നമ്മുടെ അപ്പം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ചൂടാറണ വരെ നമ്മളത് മൂടി വെക്കട്ടെ. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡൊക്കെ വിടർത്തി കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ച് വിടർത്തി കൊടുത്തുകൊണ്ട് എടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ അപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സൂപ്പർ അപ്പാണ്. ഉള്ളൊക്കെ നല്ലോണം വെന്ത് അരികൊക്കെ മുരിഞ്ഞ് രണ്ട് സൈഡ് നല്ല രീതിയിൽ ആരെടുത്ത് നല്ല അപ്പാട്ട നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു അപ്പൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമല്ലേ. വൈകുന്നേരം ചായക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടിയൊന്നും കരിയാത്ത സൈഡൊക്കെ നല്ല രീതിയിൽ പാകം വേവായിട്ടുള്ള നല്ല ആരെടുത്ത നല്ല അടിപൊളി അപ്പാട്ട് നമ്മളപ്പം. അപ്പം അതേ നല്ല ആരെടുത്തേക്കുന്ന സൈഡൊക്കെ നല്ലോണം മുരിമുരിയായി വന്നിട്ടുണ്ട്. അടിപൊളി അപ്പുമാണ്. ഇതാ നോക്കിയേ, പറിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ സൈഡ് അടിഭാഗമൊക്കെ കണ്ട നിങ്ങൾ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടി നെരിഞ്ഞിട്ടുണ്ട് എന്നാലോ. അപ്പം നല്ല ആരെടുത്ത അപ്പുമാണ്. പാകം സൈഡൊക്കെ നല്ല മുരിമുരിയാണ്. ഇതിനും കരിയാത്ത നല്ല സെറ്റ് അപ്പാണ്. അപ്പം ഇതേ ചായക്കടിക്കൊക്കെ അപ്പം ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ അപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ. പിന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലും കൂടി ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.